കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ്സുകാരനായ UDF സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം 2 പ്രാവശ്യം MP എന്നുള്ള നിലയ്ക്ക്, ഞാൻ MP ആയിരുന്ന കാലത്ത് തന്നെ MP എന്നുള്ള നിലയ്ക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്നു. വളരെ ശക്തമായിട്ട് നാടിനു വേണ്ടിയും രാഷ്ട്രത്തിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയൊക്കെ പോരാടാൻ പറ്റുന്ന ആൾ എന്നുള്ള നിലയിൽ നിയോജകമണ്ഡലത്തിനും ഏറെ പ്രയോജനമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് അതാണ് ആദ്യമായിട്ടുള്ള ഒരു അഭ്യർത്ഥന. 2, ഇന്നലെ ഞാൻ പാലായിലുണ്ടായിരുന്നു. പാലായിൽ KM മാണി സാറിൻ്റെ ചരമ വാർഷിക ദിനമായതുകൊണ്ട് എൻ്റെ നേതാവ് ശ്രീ PJ ജോസഫ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം അവിടെ അടുത്തുള്ള കേരള കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ വെച്ച് ഒരു അനുസ്മരണ സമ്മേളനവും നടത്തി. അതിനുശേഷം ഫ്രാൻസിസ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പിറവം മണ്ഡലത്തിൽ തുടങ്ങാനിരിക്കുകയായിരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാനായി അവിടെ നിന്ന് പോകുന്ന വഴിക്ക് മാണി സാറിൻ്റെ വീട്ടിലൊന്ന് കയറാനിടയായി. അതിൻ്റെ കാര്യം എന്താണ് എന്നോട് ചോദിച്ചാൽ, എൻ്റെ പിതാവ് ശ്രീ PT ചാക്കോയുടെ സഹോദരിയാണ് മാണി സാറിൻ്റെ ഭാര്യ. സഹോദരി എന്ന് പറഞ്ഞാൽ നേരിട്ട് അല്ല, ചേട്ടത്തിയുടെയും അനിയത്തിയുടെയും മക്കളാണ്. എൻ്റെ ഫാദറിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് കുട്ടിയമ്മ എന്ന് വിളിക്കുന്ന മാണി സാറിൻ്റെ ഭാര്യ, ജോസ് കെ മാണിയുടെ അമ്മ. അപ്പം ഞാൻ അവിടെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ പോയി കാണുന്നതാണ്. കാരണം കുറേ കാലങ്ങളായിട്ട് എൻ്റെ ആൻറ്റിക്ക്, ഞാൻ അമ്മായി എന്നാണ് വിളിക്കുന്നത്, അമ്മായിക്ക് നല്ല സുഖമില്ല, തീർത്തും ഓർമ്മ ഇല്ലാതായി. പിന്നെ ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, പ്രായവും ഉണ്ട്, 87 വയസ്സുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാണി സാറിൻ്റെ എൻ്റെ ആൻറ്റിയെ, അമ്മായിയെ ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചാണ് അവിടെ പോയത്. എനിക്കറിയാം ജോസ് കെ മാണിയൊക്കെ കോട്ടയത്ത് അവരുടെ പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ പോയിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെ ആരും കാണത്തില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് കാണാൻ പറ്റിയൊരവസരം എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ അന്നേരം പോകാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ വിളിച്ചു വെച്ചപ്പം സ്റ്റാഫിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അമ്മ കിടക്കുകയാണ്, പക്ഷേ സാർ വരുന്നുണ്ടെങ്കിൽ കാണാം. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ കിടക്കുവാണെങ്കിൽ ഞാൻ വരുന്നില്ല. അല്ല, കിടക്കുന്ന സാരമില്ല, ഒന്ന് ഞാൻ ഉണർത്തി കാണിച്ചാൽ പോരെ. അത് മതി എന്ന് പറഞ്ഞ് ഞാൻ അകത്തി ചെന്നു. അപ്പോഴേക്കും മാണി സാറിൻ്റെ കുട്ടിയമ്മ ചേച്ചി എന്ന് എല്ലാവരും വിളിക്കുന്നത് ആൻറ്റിയെ അടുത്തുള്ള അവരുടെ ഡൈനിങ് റൂമിൽ മെയിൻ ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഞാനും അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്, എനിക്കെതിരായി ജോസ് കെ മാണി മത്സരിച്ച ഒരവസരമുണ്ട്. അന്ന് 2 മുന്നണിക്കും എതിരായിട്ടാണ് ഞാൻ മത്സരിച്ചത്. അത് 2004. 2 പ്രധാനപ്പെട്ട മുന്നണിക്കും എതിരായിട്ട് മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ജോസ് കെ മാണിയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഷ്ടിച്ച് ജയിച്ചു. LDF സ്ഥാനാർത്ഥിയായ ശ്രീ PM ഇസ്മായിലുമായിട്ട് വെറും 529 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. ജോസ് കെ മാണിയായിട്ട് 54,000 ചിലവാനും വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ എൻ്റെ ആൻറ്റിയെ പോയി കണ്ട ആശീർവാദം വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് എന്നോട് ചിലരൊക്കെ പറഞ്ഞു, മകൻ നിൽക്കുമ്പം അമ്മയെ പോയി കണ്ട് ആശീർവാദം കിട്ടുമോ? ഞാൻ പറഞ്ഞു, എന്നോട് അത്രയും സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പോയി കാണും. അപ്പോൾ ഞാൻ പോയി കണ്ടപ്പോൾ എന്നെ അനുഗ്രഹിച്ചാണ് വിട്ടത്. അപ്പോൾ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ മകനെതിരായിട്ടല്ല, പക്ഷേ എനിക്ക് അനുകൂലമായിരുന്നു പലപ്പോഴും. അപ്പം അങ്ങനെ ഒരു വലിയ ബന്ധം എൻ്റെ പിതാവിൻ്റെ അടുത്ത സഹോദരി എന്നുള്ള നിലയ്ക്കാൾ ഒരു വലിയ ബന്ധം ആ ആൻറ്റിയുമായിട്ട്, ആ അമ്മായിയുമായിട്ട് എനിക്കുള്ളത് കൊണ്ട് ഇന്നലെ പെട്ടെന്ന് കാണാൻ പറ്റിയപ്പോൾ സന്തോഷിച്ചാണ് ഞാൻ ഇറങ്ങിയത്, കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ വാർത്തകൾ വന്നപ്പോൾ അതിനകത്ത് പല രീതിയിൽ ഉള്ള അഭ്യൂഹങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തേണ്ടി വന്നിരിക്കുന്നത്. അഭ്യൂഹങ്ങൾ ഇതായിരുന്നു,
PC തോമസ് എന്തിന് ജോസ് കെ മാണിയുടെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ കെ എം മാണിയുടെ വീട്ടിൽ പോയി? അതും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് അവിടെ പോയപ്പോൾ അതിനകത്ത് എന്തോ ഉദ്ദേശമുണ്ട്. ഈ രീതിയിൽ ചിലർ അത് പ്രചരിപ്പിച്ചതുകൊണ്ടാവാം. ചില രീതിയിൽ മാധ്യമങ്ങളിൽ പലരും എന്നെ വിളിച്ചു, ടെലിവിഷൻകാർ പ്രത്യേകിച്ച് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ അവിടെ പോയിരുന്നോ, ശരിയാണോ, എന്താ പോയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമാണ്, പ്യൂർലി പേഴ്സണലാണ്, അതിനകത്ത് രാഷ്ട്രീയം ഇല്ല, ഒരു രാഷ്ട്രീയ ഉദ്ദേശവും ഇല്ല എന്നുള്ള സത്യം ഞാൻ അവരോടൊക്കെ പറഞ്ഞു. അവരിൽ പലരും അത് കാണിച്ചപ്പോൾ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു. എന്നോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവരും പിന്നെ പിറ്റേ ദിവസം പത്രക്കാരും പലരും അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ചിലർ നോക്കുന്നു എന്ന സംശയം വന്നതുകൊണ്ടാണ് വ്യക്തത വരുത്തണം എന്നെനിക്ക് തോന്നിയത്. ഞാൻ ഒരു കാരണവശാലും മറ്റൊരു രാഷ്ട്രീയ ചിന്താഗതിക്കില്ല. ശ്രീ PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥിയായ ശ്രീ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ അത് തുടരാൻ പോവുകയാണ്, ഇന്നും പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പര്യടനത്തിന് ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അപ്പോൾ അങ്ങനെ ശക്തമായിട്ട് ആ ഒരു നിലപാട് മാത്രമുള്ള എനിക്ക് മറ്റൊരു ഉദ്ദേശമേ ഇല്ല എന്ന് ഉള്ളതാണ് സത്യം. അത് പുറത്തു വന്നില്ലെങ്കിൽ, അത് മറ്റൊരു രീതിയിൽ ആരെങ്കിലും തെറ്റായി ധരിപ്പിക്കാൻ നോക്കിയാൽ അത് വലിയ ഒരു അപകടമായിരിക്കും എന്നെനിക്കറിയാം. മാണി സാറ് ഞങ്ങൾക്കെല്ലാം വലിയൊരു ഗുരുവാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതും മാണി സാറ് കാരണമാണ്. ആ ഒരു ആദരവ് അദ്ദേഹത്തോടുണ്ട്. പക്ഷെ പേഴ്സണലായിട്ടൊരു വലിയ അറ്റാച്ച്മെൻറ്റും വളരെ വലിയൊരു അടുപ്പവും സ്നേഹവും. ഇന്നലെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ ഭാര്യ എന്നോട് പറയുകയാണ്, എല്ലാവരെക്കാളും ഇഷ്ടം മോനോടാണ്, മോനെന്നാണ് എന്നെ വിളിക്കുന്നത്, മോനെന്ന് പറഞ്ഞാൽ ജീവനാണ് എന്ന് പറഞ്ഞു. അത് ശരിയാ, എന്നോട് അങ്ങനെ ഒരു അടുപ്പമുണ്ട്. അപ്പം അതിനാണ് ഞാൻ പോയത്. അതിന് പോയി കണ്ടത്, ഒരു ബന്ധുവിനെ വീട്ടിൽ പോയി കണ്ടാൽ അത് മറ്റൊരു രീതിയിൽ വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്തും അതിൽ വരുന്ന പ്രയാസങ്ങൾ മാത്രമല്ല വലിയ ഒരു ട്വിസ്റ്റ് അതിനകത്ത് രാഷ്ട്രീയമായിട്ട് ഉണ്ടാകും എന്നുള്ള നിലയിലും ഞാൻ നിങ്ങളെ വന്ന് കണ്ടത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട PJ ജോസഫ് സാറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു ധാരണപ്പശക് വന്നെന്നറിഞ്ഞപ്പോഴേ ഞാൻ ഇന്നലെ കോട്ടയം പ്രസ് ക്ലബിലേക്ക് വിളിച്ച് സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. ഒരു പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരെയും വന്ന് കണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കുവാനാണ് ഞാൻ വന്നത്.